ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂണ്ടൊക്കെ കണ്ട് നല്ല ഡ്രൈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ തൊട്ട് നമ്മുടെ കൺമണിയുടെ ലിബാമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ മാറി കിട്ടും. ഇപ്പം പിന്നെ വിൻ്റർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നന്നായിട്ട് ഡ്രൈ ആകും. പിന്നെ ഒരു ചെറിയ കളറും ഒക്കെ കിട്ടും കേട്ടോ. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട്, അതായത് നമ്മുടെ ലിപ്സിനനുസരിച്ച് കളർ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ അതാ ഉപയോഗിക്കുന്നത്. കുറേ ആയി ഞാൻ തോണ്ടി തീരാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് പോകാൻ കേട്ടോ. കുറച്ച് സാധനം വാങ്ങിക്കണം. അപ്പോൾ ഞാൻ വെച്ചു ഒന്ന് റെഡിയായിട്ട് പോയിട്ട് വരാം. എന്നാൽ സ്കൂട്ടിയിലും കൂടെ ആയതുകൊണ്ട് തണുത്ത് മരവിച്ച് പോകും. അതുകൊണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് തൊപ്പിയും പിന്നെ അതുപോലെ ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് പോകാമെന്ന് വെച്ചു. സ്കൂട്ടിയിലാകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും, അല്ലാതെ പോകുന്നതിനേക്കാളും തണുപ്പായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഗ്ലൗസ് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല, നമുക്ക് നടന്നു പോകണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴാണ് എൻ്റെ വിസ്കു വിളിച്ചിട്ട് പറയുന്നത് നടന്ന് അങ്ങോട്ട് പോയാൽ മതി, കാരണം ഇപ്പോൾ തന്നെ ഞാൻ തടിച്ച് വീർത്തിട്ട് മറ്റേ ഡോറ് വഴി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട്. വീട്ടിൽ കുത്തിയിരുന്ന് നടന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ, ബോട്ടിക്കിൻ്റെ. അപ്പം ബോട്ടിക്കെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞത്, സത്യത്തിൽ അത് ബയോട്ടിക്കിൻ്റെയാണ് പറയുന്നത് മാറിപ്പോയി. അപ്പോൾ അങ്ങനെ ഗ്ലൗസൊക്കെ ഞാൻ പിന്നെ ഒരു ഗ്ലൗസിൻ്റെ ആവശ്യമില്ല, വെറുതെ സ്കൂട്ടിയിലല്ലല്ലോ പോന്നെ. അങ്ങനെ പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയോ, വിച്ച് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അസൈൻമെൻറ്റ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഞാൻ തന്നെ വേണം ഇതിനൊക്കെ. എന്ത് ചെയ്യാനാ, എൻ്റെ കോഴ്സിന് മൊത്തം ഇരുന്ന് എഴുതിയ അസൈൻമെൻറ്റ്സ് എല്ലാം ഇപ്പോൾ ഇരുന്ന് പൂത്ത് നിറച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങേർക്കും ഞാൻ തന്നെ അസൈൻമെൻറ്റ് എഴുതി കൊടുക്കും. അപ്പോൾ നിങ്ങളെ ഒരു സാധനം കാണിച്ചു തരാം. കണ്ടോ, പണ്ട് നമ്മൾ 90s കിഡ്സിനൊക്കെ മനസ്സിലാവും ഈ റൈസേഴ്സ്, ഈ അത് ഇങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെ മറ്റേ ഇതിൻ്റെ അല്ല, മറ്റേ ഓറഞ്ച് നാരങ്ങയൊക്കെ രീതിയിൽ നല്ല മണമുള്ള റൈസേഴ്സ് ഉണ്ടല്ലോ നമ്മളൊക്കെ. എനിക്കിത് കണ്ടപ്പോൾ തൊട്ട് സ്കൂൾ ഓർമ്മ വന്നു. വൈകിക്ക് ഇതിൻ്റെ കുറേ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് റൈസേഴ്സ് ഇങ്ങനത്തെ. അപ്പോൾ ഞാനിങ്ങനെ ഇത് കണ്ടപ്പോഴേ അത് ഓർമ്മ വന്നു എനിക്ക്. പക്ഷെ അന്ന് ഈ പറയുന്ന പോലത്തെ ഇങ്ങനത്തെ ഒന്നും ഷേപ്പൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റേ ഓറഞ്ചിൻ്റെ നാരങ്ങയുടെ അതൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ടോ, ഇവർക്ക് കുറേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്നിവിടെ ആലുപറാത്ത ആയിരുന്നു കേട്ടോ. അങ്ങനെ ആലുപറാത്തൊക്കെ ഉണ്ടാക്കി കഴിച്ചു പോയി കിടന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.